തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനിൽ ഗുരുതര ക്രമക്കേടെന്ന് പരാതി. LDFന് വോട്ട് ചെയ്യുമ്പോൾ BJP ചിഹ്നത്തിൽ ലൈറ്റ് തെളിയുന്നു. പരാതിയെ തുടർന്ന് കാട്ടക്കടയിൽ EVM മെഷീൻ മാറ്റി. മുതിയാവിള സെന്റ് ആൽബർട്ട് സ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിലാണ് സംഭവം. 85 വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് മെഷീൻ മാറ്റിയത്. രാവിലെ മുതൽ പരാതികളുണ്ടായി. ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് മൂന്ന് ലൈറ്റ് കത്തുന്നു. അങ്ങനെ ഇവിടുത്തെ വാർഡ് സ്ഥാനാർത്ഥിയായിട്ടുള്ള രാമചന്ദ്രൻ, സനൽകുമാർ അവരൊക്കെ വന്നിട്ട് ഇവിടെ സംസാരിച്ചിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്താണ് അവർ പറഞ്ഞത് പുറത്തിറങ്ങി പറഞ്ഞിട്ട് കാര്യമില്ല, ആ സമയത്ത് പറയണമായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്തത്. ആ സമയത്താണ് ഞാൻ പറഞ്ഞത് ഇതേപോലെ 2 ലൈറ്റ് കത്തുന്നുണ്ട്. അതിനുശേഷം എനിക്ക് ശേഷം 4 പേര് വോട്ട് ചെയ്തു, ഇതറിയാൻ വേണ്ടിയിട്ട്. അപ്പം വേറൊരു ചിഹ്നത്തിലും കുഴപ്പമില്ല. LDFന്റെ വോട്ട് ചെയ്യുന്ന സമയത്ത് തൊട്ട് താഴെയുള്ള BJP സ്ഥാനാർത്ഥിയുടെ ലൈറ്റ് കൂടെ തെളിഞ്ഞു വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് വോട്ടിംഗ് മെഷീൻ മാറ്റി പുതിയ വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്ന് സീൽ ചെയ്ത് 85 വോട്ടായിരുന്നു പോൾ ചെയ്തത്. ഇതിപ്പോൾ ഞാൻ മാത്രമല്ല, ഒരുപാട് പേർക്ക് ഇങ്ങനെ സംഭവിച്ചു. രാവിലെ മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുൻ കല്യാടുണ്ട് വിവരങ്ങൾ നൽകാൻ. അർജുൻ, ഇത് ചെറിയ പ്രശ്നമല്ലല്ലോ. ഇതിപ്പോൾ 85 വോട്ട് ഇതിനോടകം രേഖപ്പെടുത്തി, അതിനുശേഷമാണ് മെഷീൻ മാറ്റുകയും ചെയ്തത്. അപ്പോൾ ഇനി എന്തായിരിക്കും നടപടികൾ? ശ്രുതി, എന്തായാലും ഇപ്പോൾ 85 വോട്ട് ചെയ്തതിന് ശേഷം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന്, ഈ ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഈ പറയുന്ന വോട്ടിംഗ് മെഷീൻ ഇപ്പോൾ താൽക്കാലികമായി മാറ്റിയിട്ടുണ്ട്. അത് ബ്ലോക്ക് ചെയ്ത് മാറ്റിവെച്ചിരിക്കുകയാണ്. പുതിയ വോട്ടിംഗ് മെഷീൻ സ്ഥാപിച്ചുകൊണ്ടാണ് അവിടെ ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗുരുതര ക്രമക്കേടാണ് ഉയർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നടന്നിരിക്കുന്നത് എന്നുള്ള ആരോപണമാണ് LDF ഇപ്പോൾ ഉയർത്തുന്നത്. തൊട്ട് മുൻപ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് LDFന്റെ ആ പറയുന്ന ബൂത്തിലുള്ള സ്ഥാനാർത്ഥിയുടെ ഏജന്റാണ്, ശരത്ത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് പറഞ്ഞത്. കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ മോക്ക് പോൾ നടത്തുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പിന്നീട് വോട്ട് ചെയ്ത് ഓരോ ആൾക്കാർ അവിടെ നിന്നും മടങ്ങി പോകുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിൽ നിന്നും വോട്ട് ചെയ്ത് പുറത്തെത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ഈ പറയുന്ന പാർട്ടി പ്രവർത്തകരോട് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ അവിടെയുള്ള സ്ഥാനാർത്ഥിയും അവിടെയുള്ള പാർട്ടി പ്രവർത്തകരും ഒക്കെ എത്തി പ്രിസൈഡിംഗ് ഓഫീസറോട് സംസാരിച്ചു. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ പറയുന്നത്, ഈ വോട്ട് ചെയ്ത് അവിടെ നിന്നും മടങ്ങിയതിന് ശേഷം ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കാര്യമില്ല എന്നുള്ള കാര്യം പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞു. പക്ഷേ പിന്നീട് അതിൻ്റെ ഭാഗമായി തന്നെ അവിടെയുള്ള ഈ സ്ഥാനാർത്ഥിയുടെ ഏജന്റ് ആ വാർഡിലെ വോട്ടറാണ്. അങ്ങനെയാണ് ആ പറയുന്ന വോട്ടർമാർ ഇവിടെയുള്ള വോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെ വോട്ട് ചെയ്യുമ്പോഴാണ് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ BJP സ്ഥാനാർത്ഥിയുടെ നേരെയുള്ള ലൈറ്റാണ് വോട്ടിംഗ് മെഷീനിൽ ഗുരുതര ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത്. LDFന് വോട്ട് ചെയ്യുമ്പോൾ BJP ചിഹ്നത്തിൽ ലൈറ്റ് തെളിയുന്നു എന്നുള്ളതാണ് പരാതി. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.